ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മഹാശനി വക്രം വിധി മാറ്റി എഴുതുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് അവസരം നൽകുന്ന ഒരു സമയം തുടങ്ങുവാൻ പോകുന്നു. അതായത് ഈ വരുന്ന ജൂലൈ 27-ന് ശനിദേവൻ തലകീഴായി മാറുന്നതാണ്. അതായത് വക്രം എന്ന അവസ്ഥയിലേക്കെത്തും. പിന്നീട് ഈയൊരു വർഷം ഡിസംബർ 11 വരെ അങ്ങനെ തന്നെ തുടരുന്നതാണ്. സാധാരണഗതിയിൽ നാം ശനിയുടെ ഈയൊരു പിന്മാറ്റം വളരെയധികം ദോഷകരമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ തവണ ഇതിൽ നിന്നുമെല്ലാം തന്നെ വേറിട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് 138 ദിവസത്തേക്ക് ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ശനിയുടെ ഈയൊരു പിന്മാറ്റം വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈയൊരു മഹാശനിവക്രം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഭയമാണ്. എന്നാൽ ശനിയെ മനസ്സിലാക്കിയ ആളുകൾക്കറിയാം, ശനി ഒരിക്കലും അന്യായം ചെയ്യുന്ന ഒരു ഗ്രഹമല്ല. ശനി നൽകുന്നത് നിങ്ങൾക്കൊരു പരീക്ഷണ കാലമാണ്. ഈയൊരു പരീക്ഷണങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പ്രതിഫലം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലായിരിക്കും. ഈ മഹാശനി വക്രകാലം എന്നത് ജീവിതത്തിൽ ഒരു കണക്ക് പുസ്തകം തുറന്നു നോക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ, നൽകിയ വാക്കുകൾ, നിറവേറ്റിയ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ശനി വിലയിരുത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഈയൊരു സമയത്ത് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടും. ചിലർക്ക് പഴയ തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. നീണ്ട നാളുകളായി നിങ്ങൾ കാത്തിരുന്ന ഒരു ജോലി, വൈകിക്കൊണ്ടിരുന്ന ഒരു ധനകാര്യ നേട്ടം, അതുപോലെ ലഭിക്കാതെ പോയ അംഗീകാരം, അതുമല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചിരുന്ന വലിയ ഒരു ആഗ്രഹം, ഇവയിൽ പലതും ഈയൊരു കാലത്ത് നടന്നു കിട്ടുന്നതാണ്. കാരണം ശനി വക്രം പലപ്പോഴും വൈകിയെങ്കിലും നിഷേധിക്കാത്ത ഫലങ്ങളുമായി വന്നു ചേരുന്ന ഒരു കാലമാണ്. ഈയൊരു മഹാശനിവക്ര കാലത്ത് ഏറ്റവും വലിയ നേട്ടം ലഭിക്കുന്നത് വളരെയധികം ക്ഷമയുള്ളവർക്കും കഠിനമായി അധ്വാനം ചെയ്യുന്ന ആളുകൾക്കുമാണ്. എളുപ്പവഴികൾ തേടുന്നവരെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ ഭാഗത്താണ് ശനിയുടെ അനുഗ്രഹം കൂടുതലും വന്നു ചേരുക. അതുകൊണ്ട് തന്നെ നാം ഈ കാലത്ത് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ഭാവിയിൽ വലിയ നേട്ടങ്ങളുടെ വിത്തായി മാറുന്നതാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈയൊരു സമയം സഹായിക്കും. അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കുകയും ധനസമ്പാദനത്തെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ചിലർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനുള്ള അവസരം ലഭിക്കും. നമ്മുടെ ബന്ധങ്ങളിലും വളരെയധികം മാറ്റങ്ങൾ കാണാം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകേണ്ട ആളുകൾ ആരാണെന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട ആളുകൾ ആരാണെന്നും മനസ്സിലാക്കുവാനുള്ള ഒരു കാലം കൂടിയാണ്. അതിനാൽ തന്നെ ചില വേർപാടുകളും ചില പുതിയ കൂടിച്ചേരലുകളും നമ്മുടെ ജീവിതത്തിൽ ഈയൊരു സമയം വന്നു ചേരും. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഈ ശനിയുടെ വക്രഗതി വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ഒരു കാലം വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകുന്ന സമയമാണ്. കർമ്മരംഗത്തും വളരെയധികം നേട്ടങ്ങൾ അനുഭവപ്പെടും. ദൂരദേശ യാത്രകൾ, സ്ഥലം മാറ്റം എന്നിവയുണ്ടാകും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്.
അതായത് കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു കാലം. പലപ്പോഴും സ്വന്തം കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയാത്തതായി തോന്നിയ ആളുകൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മൂല്യം തെളിയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾ ശനിയുടെ ഗുണവർദ്ധനവിനായി ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ശനീശ്വര സന്നദ്ധിയിലോ നവഗ്രഹ സന്നദ്ധിയിലോ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും നിങ്ങൾ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം ശുഭകരമാണ്. അതുപോലെ തന്നെ എള്ള് വഴിപാടായി സമർപ്പിക്കുന്നതും വളരെയധികം ഗുണപരമാണ്. അതുപോലെ തന്നെ ശനിദോഷ ശമനത്തിനായി ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈയൊരു ശനിവക്രകാലം വളരെയധികം നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സമയമാണ്. ഈയൊരു കാലം നിങ്ങളുടെ ധനസ്ഥിതി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിയും. അതുപോലെ മനസ്സിലുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം വന്നു ചേരും. വീട്, വസ്തു, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. കർമ്മരംഗത്ത് നല്ല അന്തരീക്ഷം സംജാതമാകുന്നതാണ്. ജോലിഭാരം അല്പം വർദ്ധിക്കുമെങ്കിലും നല്ല പ്രകടനം തന്നെ നിങ്ങൾക്ക് ഈയൊരു സമയം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകും. കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നടന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വളരെ മനോഹരമായി തിളങ്ങുവാൻ കഴിയും. അച്ഛൻ്റെ ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാര ക്രമീകരണങ്ങളും വ്യായാമ മുറകളും ഉണ്ടാകേണ്ട ഒരു കാലം കൂടിയാണ്. ഈയൊരു സമയം നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കുകയും പഴയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. പ്രത്യേകിച്ചും നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. ഗുണവർദ്ധനവിനായി നിങ്ങൾ സത്യസന്ധത പാലിക്കുക. അതുപോലെ വാഗ്ദാനങ്ങൾ പാലിക്കുക. ദാനധർമ്മം ചെയ്യുക. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് ഈയൊരു കാലം ഭാഗികമായി നേട്ടങ്ങളും പഠനത്തിൻ്റെയും സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. ആദ്യമിത് ഭാരമായി തോന്നിയാലും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ ഒരു അവസരമായി മാറുന്നതാണ്. ഈയൊരു സമയത്ത് നിങ്ങളുടെ കൈകളിൽ വളരെയധികം ധനവരവ് ഉണ്ടാകുമെങ്കിലും എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. അതുപോലെ തന്നെ മുതിർന്ന ആളുകളുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ വളരെ വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനച്ചെലവുകൾ വർദ്ധിക്കും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. ദാമ്പത്തിക സൗഖ്യം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിലും ചില പ്രത്യേക ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. ദൂരദേശ യാത്രകൾ ഉണ്ടാകും. അതുപോലെ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച സർക്കാർ ജോലി, അതുമല്ലെങ്കിൽ വീട്, ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളിൽ വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. പൂയം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശുഭകരമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിനായി വ്യാഴാഴ്ച ദിവസം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും മഞ്ഞ വസ്ത്രം ധരിക്കുകയോ മഞ്ഞ പൂക്കൾ സമർപ്പിക്കുകയോ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. തിരുവോണം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഏറെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. തൊഴിൽ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഗുണഫലങ്ങൾ വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. അതായത് നിങ്ങൾ മുൻപ് ചെയ്ത അധ്വാനത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങുന്ന ഒരു കാലമാണ്.
ഈ ഒരു സമയത്ത് ആഡംബര വസ്തുക്കൾ, ധനനേട്ടം, ജീവിതത്തിൽ സുഖവും പുരോഗതിയും, അതുപോലെ തന്നെ പേര്, പ്രശസ്തി, അംഗീകാരം എന്നിവയെല്ലാം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും. വാക്ക് തർക്കങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇട നൽകരുത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം ഗുണപ്രദമായ കാലമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ എല്ലാവിധ കാര്യങ്ങളിലും സമയനിഷ്ഠ പാലിക്കുക. അതുപോലെ തന്നെ പരിശ്രമം തുടരേണ്ടതുണ്ട്. ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറിക്കഴിഞ്ഞാൽ എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം. ബുധനാഴ്ചയോ സ്വന്തം ജന്മനക്ഷത്ര ദിവസത്തിലോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ നെയ്വിളക്ക് തെളിയിക്കൽ. സന്ധ്യാസമയത്ത് നെയ്വിളക്ക് തെളിയിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് മനഃശാന്തിക്കും കുടുംബസൗഖ്യത്തിനും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. അവിട്ടം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് പുതിയ പദ്ധതികൾ ആരംഭിക്കാനുള്ള പ്രചോദനം ലഭിക്കും. പഴയ തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് നീങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരും. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ കൂടുതലായി ലഭിക്കുന്ന ഒരു സമയമാണ്. ആയതിനാൽ തന്നെ നിങ്ങൾക്ക് ധനനേട്ടം, കാര്യസാധ്യം, അഭീഷ്ട കാര്യസിദ്ധി, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിനും യോഗമുണ്ട്. കർമ്മരംഗത്ത് നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയരും. വസ്ത്രാഭരണാദി നേട്ടങ്ങൾക്കും ഇടയാക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ കൃഷിയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ജനസമ്മതി വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും സഹായമുണ്ടാകും. അമ്മയുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. അതായത് ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി വരുന്നതാണ്. ഗുണവർദ്ധനവിനായി നിങ്ങൾ ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തുക. അതുപോലെ തന്നെ ക്ഷമ, നിയന്ത്രിത ജീവിതശൈലി എന്നിവ പരിപാലിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അവിട്ടം നക്ഷത്ര ജാതകർ പൊതുവെ പ്രവർത്തനശേഷി, നേതൃത്വ ഗുണം, ധൈര്യം, മുന്നേറ്റ മനോഭാവം എന്നിവ കൂടുതലുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ശനി അനുകൂല ഭാവത്തിലാകുമ്പോൾ സ്ഥിരമായ നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഗുണവർദ്ധനവിനായി ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുക. ശനിയാഴ്ച വൈകുന്നേരം നവഗ്രഹ സന്നദ്ധിയിലോ ശനീശ്വര സന്നദ്ധിയിലോ എള്ളെണ്ണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും സമ്മാനിക്കും. അതുപോലെ ശനീശ്വര പ്രാർത്ഥന, ശനീശ്വര മന്ത്രങ്ങൾ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യാം. പ്രാർത്ഥനയുടെ ക്ഷമയും ആത്മനിയന്ത്രണവും വർദ്ധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.